പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടത്ത് പോകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, എല്ലാ മക്കളുടെ മേലും രോഗികളുടെ മേലും നീ വായിക്കണം പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനുള്ള രോഗികൾ, ഉറക്കമില്ലാത്ത രോഗികൾ, മാനസികമായ ഭാരപ്പെടുന്നവർ, അവ മനസ്സ് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തിളക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ കാരണം വിശ്വാസ തകർച്ച സംഭവിച്ചവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തവരുണ്ട്, എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്തിട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൊഴിൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി പ്രതിസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണം അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയും അതുപോലെ നിത്യവൃത്തിക്ക് വിഷമനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് കുറ്റവും പഴിയും ചാരിക്കൊണ്ട് പരസ്പരം കലഹിച്ച് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, ഈ കാലഘട്ടങ്ങളിൽ നിന്നെ നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ ലജ്ജിക്കുവാൻ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ കർത്താവ്, എപ്പോഴും ഹൃദയത്തിൽ വേദന, എപ്പോഴും മനസ്സ് മുഖത്തും മ്ലാനതയൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ, അവരെല്ലാം കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുടുംബത്തിലൂടെ കയറാൻ പറ്റണില്ല, എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയാൽ മതി, എവിടെയെങ്കിലും പോയി തുരഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്. എപ്പോഴും നെഗറ്റീവ് ചിന്ത, സാമ്പത്തിക ബാധ്യത കൊണ്ടും കുടുംബത്തിലെ കലഹങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ലെന്നുള്ള സങ്കടങ്ങൾ കൊണ്ടും എപ്പോഴും മോശമാരകമായ ചിന്തകളാൽ കൊണ്ട് കിടത്ത് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്തദ്രമായിട്ട് കർത്താവ് ജാഗ്രതയോടെ കർത്താവെ മുന്നേറുന്ന വ്യക്തികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും മക്കളെ വളർത്തി ഉള്ളത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മക്കളെ വളർത്തിയെങ്കിലും മക്കൾ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കന്മാർ അംഗീകരിക്കാത്ത അവരെ കൊച്ചാക്കുകയും അതുപോലെ അവർ ചെയ്തതിനെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ.
ഭവനരഹിതരുണ്ട് ഈശോയെ, ഭവനമില്ലാത്തവർ, ഉള്ള ഭവനത്തിൻ്റെ പണി പൂർത്തി നിർത്തിക്കളഞ്ഞവർ, ഇനി 5 പൈസ കാലണവരോടൊന്നും കിട്ടാൻ നിവൃത്തിയില്ലാതെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ഈശോ. ഇങ്ങനെ ഓരോരോ തരത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം കിടത്തായി അവിടെ ജീവിക്കാൻ പാടില്ല, നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലോട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാവരെയും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എല്ലാം മാറ്റാൻ അങ്ങേക്ക് അരനാഴിക നേരം പോലും വേണ്ട കർത്താവ്, 1/2 സെക്കൻഡ് മതി. എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സന്ധിപ്പും സമാധാനവും സമാശ്വാസവും സൗഖ്യം ലഭിക്കാൻ ഇടയാക്കണമെന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ഇന്ന് കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന ചർച്ചകൾ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ. ഞങ്ങളുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതീതമായി ആകസ്മികവും അവിസ്മരണീയമായി സംഭവിക്കുന്ന, അവിചാരിതമായി സംഭവിക്കുന്ന എല്ലാ തിന്മകളും യേശു ക്രിസ്തു നാമത്തിൽ ഉച്ചാരണം ചെയ്യപ്പെടട്ടെ. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ബ്ലെസ്ഡ്. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് ചില മനുഷ്യരുടെ സ്വഭാവമുണ്ട്, അവർ ശീലിച്ചതേ പാലിക്കത്തുള്ളൂ. ഏത് അപ്പോസ്തലന്മാരായാലും ശരി, കർത്താവിൻ്റെ തനത് ശിഷ്യന്മാരായാലും ചില അണ്ണന്മാർക്ക് പറയണ എന്താണ്, ചോദിക്കണത് എന്താണെന്ന് വെളിവുണ്ടാകത്തില്ല. അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ പ്രശ്നങ്ങളിലൂടെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ എപ്പോഴും പ്രശ്നമാണെന്ന് പറയരുത്. പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ സ്വഭാവം കർത്താവിൻ്റെ കൃപയിൽ ആർജിക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി എപ്പോഴും ഇഷ്യൂ ആകണം. ചിലയിടത്ത് ഇഷ്യൂ ആക്കാതിരിക്കാം, പക്ഷെ നമ്മളെ പ്രശ്നക്കാർ ചെല്ലുമ്പോൾ അത് ഇഷ്യൂ ആകും. ഇപ്പം ഇപ്പം ഈശോ ജെറുസലേമിൽ നിന്ന് പോകുന്നൊരു സംഭവമില്ലേ? ഈശോ ജെറുസലേമിൽ നിന്ന്, അതായത് നമുക്ക് പറയാമല്ലോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, 9-ാം അധ്യായം 53 വചനങ്ങളുണ്ട്. ലൂക്ക 9:53-54. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 53-54 വചനങ്ങൾ. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ആരാണ്? സമറിയക്കാര്. സമറിയയിലൂടെയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പൊ കർത്താവ് ശിഷ്യന്മാരെ അത്താഴത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും വിശ്രമിക്കാനുള്ള സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി ഈ സമറിയയിലോട്ട് വിട്ടതാണ്. ഇവർക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പക്കാർ ചെല്ലുമ്പോൾ എപ്പോഴും കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ചെന്നപ്പോൾ സമറിയക്കാർ ഇവരോട് ചോദിച്ചു, നിങ്ങളെവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഗുരു ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പം തന്നെ പണിയായി. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സമറിയക്കാർ ജെറുസലേം അംഗീകരിക്കണില്ല. അപ്പോൾ അവിടെ നയപരമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുപകരം അവർ നയമില്ലാത്ത രീതിയിൽ അവിടെ സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങളുടേത് മൗണ്ട് ഗെരീസിമാണ് അവരുടെ ആരാധനാലയം. അവർ ജെറുസലേമിൽ ബദലായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് അംഗീകരിക്കണില്ല യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാരുടെ ഈ ജെറുസലേം ഇവരും അംഗീകരിക്കണില്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ആ കളത്തിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ. ഇവർക്ക് അങ്ങനെ സൂക്ഷ്മമൊന്നുമില്ല. നേരെ പോകുന്ന ഈ എല്ലായിടത്തും നേരെ പോകണമല്ല, ചെയ്യണ സത്യമാണെങ്കിലും നമുക്ക് വിവേകം എന്നും പറഞ്ഞൊരു ഫാക്കൽറ്റി തന്നിട്ടുണ്ട്. അത് ഈ ആൾക്കാർക്ക് ഇത്തിരി കുറവാണ്. അവർ വിവേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് മനഃപൂർവ്വം ഇവർ ആ പ്രശ്നത്തേക്ക് വിട്ടതാണ്. എന്നിട്ട് കർത്താവ് അവർ പിന്നെ ഭയങ്കര പ്രശ്നമായി. അവർ തിരിച്ചു സമറിയക്കാർ പറയും, നിങ്ങളുടെ കൈയും കാലും ഞാൻ വിട്ടു പറയും. അതോടുകൂടി ഇവർ പറയും, ഞങ്ങൾ കടലിന് മീതെ നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, കാനായി വെള്ളം വീഞ്ഞാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ കർത്താവിനെ കൊണ്ട് ഗമയടിച്ച ഈ കക്ഷികൾ അവിടെ ചെന്നത്. പക്ഷേ അവിടെ വിലപ്പോയില്ല. കാര്യം എന്താണ്? യേശു നമുക്ക് ഗമയടിക്കാനുള്ള ആളല്ല. അവരുടനെ റിട്ടേൺ ചെയ്തിട്ട് കർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയും, ലൂക്ക 9:54 എന്താണ്? ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു. ഈ 2 കക്ഷികൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. യാക്കോബും യോഹന്നാനും സെബദിയുടെ പുത്രന്മാരാണ്.
കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഞങ്ങൾ, അതായത് കർത്താവിൻ്റെ അധികാരമില്ലേ, അത് ഇവർക്ക് കിട്ടിയിട്ട് എന്തിനാണ്? മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, വാട്ട് സ്പിരിറ്റ്. എൻ്റെ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണിത്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ചില അണ്ണന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഈഗോ, അവരുടെ ഇഷ്ടം, അവരുടെ അഭിമാനം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ വരെ അവർ ചാരി നിൽക്കും. ദൈവത്തിന് ചാരി നിൽക്കുന്ന ഉദ്ദേശം എന്താണ്? സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം സമർപ്പിക്കാൻ വേണ്ടി ആണ് അവരിങ്ങനെ ആത്മീയതയെ വരെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പം അവരോട് ഈശോ ചോദിക്കുന്നത്, എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല, എന്താണ് ചോദിക്കണത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. ഇവർക്ക് ഈ പരിപാടി ഇപ്പം തുടങ്ങിയതല്ല. ഇവരുടെ ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കക്ഷികൾ, യാക്കോബും യോഹന്നാനും ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചാൽ വായിക്കണമെങ്കിൽ നമ്മൾ മർക്കോസിൻ്റെ 10:35 വായിച്ചേ. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു. ഈശോനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും എന്നിട്ട് ഇവരുടെ ഈ എന്താണ് ശേഷിയും ശേമുഷിയും ഇവരുടെ അംഗബലവും ഇവരുടെ അഹങ്കാരവും അഭിമാനവും അതാണ് ചോദിക്കുന്നത്. ദൈവത്തിനോട് ദൈവത്തിനത് നിരക്കാത്തതാണെങ്കിൽ പോലും ഇവർക്കത് അവരുടെ ഇഷ്ടം വർദ്ധിക്കുമെങ്കിൽ അവരത് പ്രാർത്ഥനയുടെ വിഷയമാക്കും. ഭയങ്കര പാടാണ്. ഈ യാക്കോബിനെ യോഹന്നാനെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഈശോയ്ക്ക്. അതുകൊണ്ടാണ് ഇവർ സമറിയയിലൊക്കെ പറഞ്ഞു വിട്ടത്. അവർ ട്രെയിൻ ചെയ്യാം. അതായത് നമ്മൾ ചെന്ന് പലയിടത്ത് പോയിട്ട് ചിലയിടത്ത് നമ്മുടെ അഭ്യാസങ്ങൾ ഏക്കത്തില്ല. അപ്പം നമ്മൾ എളിമപ്പെടേണ്ടി വരും. അപ്പം അത് പ്രാക്ടിക്കൽ പോയിൻ്റാണ്. ശിഷ്യത്വത്തിൻ്റെ പണിശാലയിൽ കർത്താവ് ചില പ്രായോഗികമായിട്ടുള്ള ചില ക്ലാസ്സുകളും കൊടുത്തതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ സമറിയയിൽ കഴിഞ്ഞത്. ഇപ്പം എന്താന്ന് നോക്കിയേ, ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിക്കാൻ പറയുന്ന ആടിനോടാണ് ഇവര് കുരിശല്ലാത്ത പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അപ്പം ഇവർക്ക് എന്തും ദൈവത്തെ കാണുമ്പോൾ എന്തും ചോദിക്കുക എന്നുള്ളൊരു ധാരണ ഇവ ഉണ്ടാക്കിയത് ഈ അപ്പോസ്തലന്മാർ തന്നെയാണ് ഉണ്ടാക്കിയത്. കർത്താവ് അതിന് മറുപടികളൊക്കെ ഉണ്ട്. മറുപടി എന്താ പറയണത്? മർക്കോസ് 10:38 യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇത് തന്നെയാണ് കമന്റ് നേരത്തെയും പറഞ്ഞത്. എന്താണ് 9:54 ലൂക്കായിൽ എന്താ പറയണത്? നിങ്ങൾ എന്തരൂപിയാലാണ് നയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ എന്താ പറയണത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അതായത് പ്രാർത്ഥിക്കണത് എന്താണെന്ന് അറിയാതെ ഇരുന്ന ആ പ്രാർത്ഥന ഒരിക്കലും ഫലിക്കത്തില്ല. പല പ്രാർത്ഥനകളും നിങ്ങളുടെ ഫലിക്കാത്തത് ആ പ്രാർത്ഥന ദൈവം എങ്ങനെ കാണുന്നു എന്നറിയാത്തതാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും കേൾക്കും, പക്ഷേ ദൈവത്തിൽ നിരക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക മേഖലയിൽ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പക്ഷേ എന്നാലും ഉപ്പ് ഇപ്പോഴും എഴുതുന്നുണ്ട് ആൾക്കാർ. മാവ് പൂത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെ തിരക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹോളിലും ആൾക്കാർ കൊണ്ടുപോയി ഉപ്പ് പ്രയോഗിക്കും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കിത് തോൽവിക്ക് കാരണമാകുകയില്ല. പ്രഖ്യാപനമാണത്, മനസ്സിലായില്ലേ?
അപ്പോൾ ഇങ്ങനെ ദൈവമായി, പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവമായിട്ട് നമ്മൾ അമീക്കബിൾ റിലേഷനിലേക്ക് വന്നു നമ്മൾ ദൈവമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരു ബന്ധം, സംശയമില്ലാത്ത എപ്പോഴും വരണത് ഉടമ്പടിക്ക് വേണ്ട വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം വരണം. പ്രീഡിയ, നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഈ പ്രഖ്യാപനം ഫലിക്കാത്തതിൻ്റെ കാരണം സംശയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഉപ്പൊക്കെ ഇടുകയെ, പക്ഷേ ചിലത് ഫലിക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് നിങ്ങളെപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംശയം നീക്കാൻ വേണ്ടി പ്രത്യേകം ആന്തരിക അഭിഷേകം, അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫെയ്ത്തുണ്ട്. ബൈബിളിൽ വലിയ വിശ്വാസം എന്നൊക്കെ പറയും, പക്ഷേ അനോയിൻറ്റഡ് ഫെയ്ത്താണ്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് 10% ഫെയ്ത്തായിരിക്കും. കണ്ടൻറ്റ് വൈസ് 100% ഫെയ്ത്ത് വിശ്വാസം തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകത്തില്ല. പത്തോസിന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ പെട്ടെന്ന് കാലം നനഞ്ഞപ്പോൾ കാറ്റ് പിടിച്ചപ്പോൾ പുള്ളി താഴെ പോയില്ല, ടക്കോന്നും താഴെ പോയി. അപ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? അല്പവിശ്വാസി, അതാണ് ചോദിക്കണത്. എന്താണ് കാര്യം? സംശയിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അല്പവിശ്വാസി. മത്തായി 14:31. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പം ഈ പ്രയോഗം നടത്തുന്നവരില്ലേ, കാശുരൂപത്തിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ നടത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ അകത്ത് ആ വിശ്വാസം കണ്ടന്റ് അല്പം മാത്രമുള്ള വിശ്വാസമുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്പം മാത്രം വിശ്വാസം, ബാക്കിയുള്ളത് എന്താണ്? സംശയം. അതാണ് വിഷയം. അതാണ് അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? അപ്പോൾ വിശ്വാസമുണ്ട്, പക്ഷെ ഒരു 30% 50% വിശ്വാസമുണ്ട്. പക്ഷെ 50% എന്താ ഉള്ളത്? സംശയമാണ്. ഇന്നലെ വേറെ ഒരു ലേഡി ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യം ജിസ്മി മേരി റെജ്ജി എന്നുള്ള ഒരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാക്ഷ്യത്തിന് തോന്നിയിരിക്കുന്നത്, അവൾക്ക് അവൾ പഠിച്ചത് സൈക്കോളജിയാണ്. പക്ഷെ ഒരു നിമിഷം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഉടമ്പടിയിലാണ്. പക്ഷേ സൈക്കോളജിയുടെ ഉപരിപഠനം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് കോളേജൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ മേഖലയിൽ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് പോവുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പണ്ട് മുതലെയുള്ള ഇവളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു പെർപ്ലക്ഷൻ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കൊണ്ട് ഗതി പിടിക്കുമോ, എൻ്റെ കുടുംബത്തിലെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഡൗട്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവൾ തീരുമാനം എടുത്ത് പറഞ്ഞ് നേഴ്സിംഗ് പറ്റിയ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഇവൾ സൈക്കോളജി എന്ന് പറഞ്ഞ് കെട്ടിച്ചാടിയ കാരണം അമ്മ പിന്നെ ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. അവൾ ഇസ്രയേലിലാണെങ്കിലും ഈ മകളുടെ പഠനത്തിൽ അവൾക്ക് അത്രയ്ക്ക് അവളുടെ ഒരു കപ്പാസിറ്റി, സൈക്കോളജിക്ക് എടുക്കുന്നവർക്ക് വേറെ ഒരു കലിബറല്ലേ, വേറെ കപ്പാസിറ്റിയാണ്. ആ ഒരു കപ്പാസിറ്റി ഇവർക്ക് ഇല്ലല്ലോ എന്ന് എന്തോ അവർക്കൊരു അസ്വസ്ഥത. പക്ഷേ ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി മകളെ എന്ന് പറഞ്ഞു. ആസ്ട്രേലിയയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ആസ്ട്രേലിയയിൽ പോകാൻ നേരത്തെ ഇവളുടെ CV മാർക്ക് ലിസ്റ്റും അയച്ചു കൊടുത്തു. പക്ഷേ ആദ്യമൊക്കെ ഇവൾ വിചാരിച്ച കോളേജിൽ കിട്ടാൻ വേണ്ടി ഇവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോളേജ് കിട്ടണില്ല. പക്ഷേ പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രെയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ്ട്രേലിയയിൽ നിന്ന് ഇവൾ പറഞ്ഞ കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് അത് ഓക്കെ ആയി. പിന്നെ ബാങ്ക് ലോണും ഒക്കെ ഓക്കെ ആയി. പെട്ടെന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പറയണ, അത് എൻ്റെ നല്ല മാർക്കാണ്. അപ്പോൾ എനിക്കെൻ്റെ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ കളം മാറി. അങ്ങനെയാണല്ലോ ഈ പല ആൾക്കാർക്കും സംഭവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ യേശുവേ സ്തോത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ അടിമനസ്സിൽ ഇവർ പറയും ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും.
ഇവക്ക് അങ്ങനെ സംഭവിച്ചിരുന്നില്ല. ആരാണത്? അവളുടെ, അതായത് ജുസ്മേരിക്ക് എന്താ പറയണത്? ഇത് എൻ്റെ മാർക്ക് ഹൈ മാർക്കല്ലേ, എബവ് 90 മാർക്കുണ്ട്, എബവ് 90% മാർക്കുണ്ട്. അപ്പോൾ എൻ്റെ മാർക്ക് കണ്ടിട്ട് അവർ മലന്ന് പോയി കാണും, അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി? ദൈവം ചെയ്ത് ദൈവം ഞൊട്ടി. കണ്ട സംഭവം കണ്ട? അപ്പോൾ ഇങ്ങനെ ഉള്ളിലിരിപ്പ് ചില ആൾക്കാർക്കുണ്ട്. ഉള്ളിലിരിപ്പ് നിങ്ങൾ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അപ്പം നിങ്ങൾക്ക് ചെറുക്കനെ കിട്ടി, ഒരു കല്യാണ പെണ്ണിനെ കിട്ടി, അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താ കാര്യം? പിന്നെ ഈ പേപ്പർ ഡീഡിക്ക് ദൈവം മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം നീ എന്ത് അഭ്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന്. മനസ്സിലായി? ഇത് ഈ ഉടമ്പടിയിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത്. നിങ്ങളെ ഒരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ ലക്ഷണം മാറി, പഴയ കുറുക്കനായി വരും. ആദ്യം കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, നീലച്ചായത്ത് വീണാണേ. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല. അതുപോലെ എന്തെങ്കിലും പ്രയാസം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും, കളം മാറ്റി പിടിക്കും. എന്താണ്? അതിൻ്റെ മാർക്ക് കൊണ്ട് ആണ് ജയിച്ചതെന്ന് പറയും. അതോടുകൂടി പ്രശ്നമായി. എന്താ? അതിനാണ് ഈ അല്പവിശ്വാസം എന്ന് പറയുന്നത്. എന്താ കാര്യം? വിശ്വാസമുണ്ട്, പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് പേഴ്സണുണ്ട്. നീ പുറമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥനയെന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും. എന്താ ചിന്തിക്കണത്? എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. എങ്ങനെയുണ്ട് പരിപാടി? എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവത്തിന് പിടികൊടുത്തു. ഒന്നാമത്തെ ലോക ഇഡിയറ്റാണ് നീ. ബസ് സ്റ്റാൻഡെന്ന് വിളിക്കാത്തത് ബലിപീഠമായതുകൊണ്ടാണ് വിളിക്കാത്തത്. എന്നുവെച്ചാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലോക ഇഡിയറ്റാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരാ വലുതാക്കാതെ വായി നോക്കിക്കളാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ കള്ളന്മാർ ചവിട്ടും. അതെൻ്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ പ്രാർത്ഥന, നിൻ്റെ കഴിവില്ലേ, നിനക്ക് ഇത്തരം മാർക്ക് ആർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഫ്ലാറ്റാവും അതോടുകൂടി. പക്ഷേ ഇവള് ഇങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിൽ അപ്പം ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരത്തെ കണ്ട്. അപ്പോൾ പറഞ്ഞു, എടി നീ നിൻ്റെ കാര്യം എന്തായി? എനിക്ക് ഹസ്റ്റലിൽ ഇന്ന കോളേജിൽ കിട്ടി. അയ്യോ കിട്ടിയാ? എങ്ങനെ കിട്ടി? എപ്പോൾ കിട്ടി? ഇന്നലെ കിട്ടി. ഇന്നലെ കിട്ടിയാ? ഇന്നലെ കിട്ടി? എന്താണ്? ഇല്ല കിട്ടിയില്ല എനിക്ക് കിട്ടിയല്ല. അത് പേപ്പർ കാണിച്ച്. അപ്പോഴും ഇവർ തലയൊക്കെ വെക്കണം. എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ആ കോളേജിൽ. ഇവർക്ക് പണി കിട്ടണ വരെ കണ്ടില്ലേ? ദൈവം വിടത്തില്ല, നിന്നെ പുറകെ നടക്കുകയാണ് ഈ പിശാചിൻ്റെ പുറകെ. എന്താ കാര്യം? നീ നിൻ്റെ കഴിവ് കൊണ്ടാണ്, മാർക്ക് കിട്ടിയത് കൊണ്ടാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോൾ ഇനി നിന്നെ കറക്റ്റ് കാര്യം പറഞ്ഞു തരേണ്ട ദൈവത്തിന് ചുമതലയല്ലേ? അപ്പോൾ ഒരു കൂട്ടുകാരത്തെ വിട്ടിരിക്കുകയാണ്. കൂട്ടുകാരത്തെ വിട്ടിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് പൂർത്തിയതാണ്, അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഇന്നലെ കിട്ടി. അപ്പോഴാണ് ഇവർക്ക് വിഷമമായി, അനുതാപമായത്. ആ അനുതാപം എന്നെ വഴി കണ്ടില്ലേ? അനുതാപം അനുഭവത്തിൻ്റെ വരത്തുള്ളൂ. അപ്പോൾ അനുതാപം വന്നു. അപ്പോൾ അവൾ സോറി പറഞ്ഞു. അവൻ സാക്ഷ്യം ഉടനെ പറഞ്ഞു. സാക്ഷ്യം പറയരുതെന്നും പറഞ്ഞാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇപ്പോൾ അവൾ സാക്ഷ്യം പറഞ്ഞു. എന്താ കാര്യം? അനുഭവം അത്തരമാണ്. കാര്യം എന്താണ്? ക്ലോസായിപ്പോയ അഡ്മിഷന് ഇവക്ക് വേണ്ടി മാത്രം മാതാവ് പുതിയ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, കുറവുകൾ നോക്കാതെ ഉടമ്പടി വഴി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സംശയത്തിൻ്റെ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. എപ്പോഴും സംശയം, അതായത് നമ്മളുടെ സംശയം വരുന്നത് കൊണ്ടാണ്
ഇത് കുറച്ച് കഴിയുമ്പോൾ കളം മാറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് ഈ സംഭവം കൊണ്ടുവരികയും ചെയ്യണത്. ദൈവം ഒരിക്കലും ഇങ്ങ് നൽകിയ അനുഗ്രഹം എപ്പോഴും നോട്ട് ബൈ മെറിറ്റിലേക്ക് നൽകണത്. അതാണ് പ്രശ്നം. ഈ സംശയം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവം തരണത്. ദൈവം അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ട് അവർക്ക് തരണത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കെതിരായ പാപമായിട്ട് മാറും. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലെ പറഞ്ഞ പോലെ ഉടമ്പടിക്കെതിരായ, ചില അച്ഛന്മാർ ചോദിക്കും ഉടമ്പടിക്കെതിരായ പാപങ്ങളോ, എന്നാ ഉടമ്പടി, ആരുടമ്പടി എടുത്തു, എന്ത് പാപം എന്നൊക്കെ ചോദിക്കും. അതുമായി ഇവരൊക്കെ അറിയാൻ മേലാതെ പറയണതാണ്. ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംശയങ്ങൾ വരികയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൈപ്പറ്റുകയും അതേസമയം തന്നെ നിനക്ക് നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്കൊരു ആനുകൂല്യം കിട്ടിയിട്ട് പിന്നീട് കളം മാറ്റി ചവിട്ടി അത് നിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിക്കെതിരായ പാപമായി മാറും. അങ്ങനെ ഉടമ്പടിക്കെതിരായ പാപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ്. കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജോസഫച്ചനോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്ത ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ മേലെ തുടർ നടപടികൾ ഉണ്ടാകണം. നിങ്ങൾ വിശുദ്ധി ജീവിക്കണം, അനുതാപത്തോടെ ജീവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. അനുതാപം നൽകണമേ. അനുതാപത്തിനൊത്ത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും.